എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു കോഴ്സിനെ പരിചയപ്പെടുത്താണ്. നമ്മുടെ ഈ ഒരു കോഴ്സിൽ എല്ലാ മൂന്ന് വീഡിയോ കഴിയുമ്പോഴും ഒരു ലൈവ് ക്ലാസ് ഉണ്ടാകും യൂട്യൂബിൽ. ഓക്കെ, 9 മണി മുതൽ വൈകുന്നേരം 9 മണി മുതൽ 10 മണി വരെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാകും. കാരണം പ്രാക്ടീസിലൂടെയാണ് നമ്മൾ എന്തും പഠിച്ചെടുക്കുന്നത്, അല്ലേ? പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പ്രാക്ടീസ് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടീസിൽ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പെർഫെക്ഷൻ വരിക. ഓക്കെ, പെർഫെക്ഷൻ വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒരു ചെറിയൊരു സംഭാഷണമാണ്. ചെറിയൊരു സംഭാഷണം. കാരണം എപ്പോഴും നമ്മൾ ഗ്രാമർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുപോലെ അതുപോലെ വായിച്ച് അറിഞ്ഞ് പഠിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഫ്ലുവൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ്? ഇന്നൊരു ചെറിയ സംഭാഷണമാണ്, വളരെ പ്രധാനപ്പെട്ട സംഭാഷണമാണ്. തുടങ്ങാം. ഇവിടെ 2 പേരുകളുണ്ട്. ഒന്നാണ് മോഹിത്, അതുപോലെ അരുൺ. ജസ്റ്റ് ഒന്ന് ഉദാഹരണത്തിന് വേണ്ടി കൊടുത്താണ്, മോഹിത് ആൻഡ് അരുൺ. ഓക്കെ, അപ്പോൾ മോഹിത് അരുണിനെ കാണുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുകയാണ്, ആരെങ്കിലും കാണുകയാണ്. അപ്പോൾ എന്താ പറയുക? അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ആപ് കൈസേ ഹോ. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. ആപ് കൈസേ ഹോ, നിങ്ങൾക്ക് സുഖമാണോ? ആപ് കൈസേ ഹോ. ഇനി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചോദിക്കാം, നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? ക്യാ ഹാൽ ഹൈ? ഓ ക്യാ ഹാൽ ഹൈ, ക്യാ ഹാൽ ഹൈ, അല്ലെങ്കിൽ ക്യാ ഹാൽ ചാൽ ഹൈ, ക്യാ ഹാൽ ചാൽ ഹൈ, അല്ലെങ്കിൽ ക്യാ ഹാൽ ഹൈ. ഓക്കെ, മുതിർന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചോദിക്കാം ആപ് കൈസേ ഹോ. ഓക്കെ, മുതിർന്നവരാണെങ്കിലും പൊതുവേ നമുക്ക് എല്ലാവരോടും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ക്യാ ഹാൽ ഹൈ, എന്താണ് ആപ് കൈസേ ഹോ, ആപ് കൈസേ. പക്ഷേ ക്യാ ഹാൽ ഹൈ എന്നുള്ളത് നമ്മൾ മുതിർന്നവർ ചോദിക്കുമ്പോൾ അതൊരു റെസ്പെക്റ്റ് അല്ലാത്തൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം ആപ് കൈസേ ഹോ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇങ്ങനെ ക്യാ ഹാൽ ഹൈ, എന്താണ് ക്യാ ഹാൽ ഹൈ. ഓക്കെ, അപ്പോൾ മറുപടി എന്ത് കൊടുക്കണം? അരുൺ പറയാണ് മേ ഠീക്ക് ഹും, എനിക്ക് സുഖമാണ്. മേ ഠീക്ക്, ഇതാണ് പറയാ ഠീക്ക്. സാധാരണ ഹിന്ദിയിൽ എനിക്ക് സുഖമാണ് എന്ന് പറയാം മേ ഠീക്ക് ഹും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ചോദിക്കാം ഇങ്ങനെ ആപ് ഠീക്ക് ഹോ, മേ ഠീക്ക് ഹും. ഓക്കെ, അപ്പോൾ ആപ് കൈസേ ഹോ? മേ ഠീക്ക് ഹും. ക്യാ ഹാൽ ഹൈ? സബ് ബടിയ. ക്യാ ഹാൽ ഹൈ? സുഖമാണോ? സബ് ബടിയ എന്ന് പറഞ്ഞാൽ എല്ലാതും വളരെ അടിപൊളിയായി പോകുന്നു. ഓക്കെ, സബ് ബടിയ, എല്ലാതും നല്ല രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ അടിപൊളിയായി പോകുന്നു. ഇനി അടുത്ത് ചോദിക്കാണ് അരുൺ, മറിച്ച് ചോദിക്കാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കാണ് നിങ്ങൾക്ക് സുഖമാണോ? അപ്പോൾ നമ്മൾ പറയും എനിക്ക് സുഖമാണ്. അപ്പോൾ നിങ്ങൾക്കോ? അല്ലേ? അപ്പോൾ നിങ്ങൾക്കോ? നിങ്ങൾ പറയൂ. അതാണത് ആപ് സുനാവോ, നിങ്ങൾ പറയൂ. അല്ല നിങ്ങൾക്കോ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്കോ? ആപ് സുനാവോ. ഇത് പറയണം, അങ്ങനെ പറയണം. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ആപ് കൈസേ ഹോ, അപ്പോൾ നിങ്ങൾ പറയണം മേ ഠീക്ക് ഹും ആപ് സുനാവോ, മേ ഠീക്ക് ഹും ആപ് സുനാവോ. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ക്യാ ഹാൽ ഹൈ, ക്യാ ഹാൽ ചാൽ ഹൈ, ക്യാ ഹാൽ ചാൽ ഹൈ. അപ്പോൾ നിങ്ങൾ പറയും സബ് ബടിയ ആപ് സുനാവോ, സബ് ബടിയ ആപ് സുനാവോ. ഓക്കെ, ഇനി അടുത്താണ് മോഹിത് പറയാണ് മേ ബി ഠീക്ക് ഹും. പറഞ്ഞല്ലോ ആപ് സുനാവോ. അപ്പോൾ നിങ്ങളോ? എനിക്ക് സുഖമാണ്. നിങ്ങളോ? മേ ബി ഠീക്ക് ഹും, എനിക്കും സുഖമാണ്. എന്താണ്? എനിക്കും സുഖമാണ്. മേ ബി ഠീക്ക് ഹും. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഹും, എനിക്കും. മേ ബി എനിക്കും സുഖമാണ്. മേ ബി ഠീക്ക് ഹും. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ ഉച്ചാരണമാണ്. ഇനി അടുത്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരുൺ ചോദിക്കുകയാണ് മോഹിതിനോട് ആപ് ക്യാ കർത്തേ ഹോ, അല്ലെങ്കിൽ തും ക്യാ കർത്തേ ഹോ, അല്ലെങ്കിൽ ആപ് ക്യാ കർത്തേ ഹോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്താ ചെയ്യാറ്? എന്ത് ചെയ്യുന്നു? ജോലി ചോദിക്കണം, ജോലി. അപ്പോൾ പറയാണ് മോഹിത് മേ ഏക് ദുകാൻ മേ കാം കർത്താ ഹൂം. ദുകാൻ എന്ന് പറഞ്ഞാൽ കട, ഷോപ്പ്. ഓക്കെ, ഷോപ്പ്. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു, ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഏക് ദുകാൻ മേ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ, ഞാനൊരു ഷോപ്പിൽ, കാം എന്ന് പറഞ്ഞാൽ ജോലി, കർത്താ ഹൂം ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു. മേ ഏക് ദുകാൻ മേ കാം കർത്താ ഹൂം. ഓക്കെ,
ഇനി അടുത്താണ് അരുൺ പറയാണ്. അത് കഴിഞ്ഞിട്ട് അരുൺ ചോദിക്കുകയാണ്, ആപ്കെ ഘർ മേ സബ് ടീക്ക് ഹെ? ആപ്കെ ഘർ മേ സബ് ടീക്ക് ഹെ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? ആപ്കെ ഘർ മേ സബ് ടീക്ക് ഹെ? അപ്പോൾ നിങ്ങൾ പറയാണ് യെസ് മേരാ. മോഹിത് പറയാണ് മേരാ ഘർ മേ സബ് ടീക്ക് ഹെ. മേരാ ഘർ മേ സബ് ടീക്ക് ഹെ. ഓക്കെ, ഹാ മേരാ ഘർ മേ സബ് ടീക്ക് ഹെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാനുണ്ടല്ലോ യെസ് അല്ലേ, യെസ്. അപ്പോൾ യെസ് എന്ന് പറയാം ഹാ, നോ നാ എന്നാണ്. നോ നെഹി അല്ലെങ്കിൽ നാ എന്ന് പറയാം. യെസ് ആണെങ്കിലോ ഹാ, ഹാ മേരെ ഘർ മേ സബ് ടീക്ക് ഹെ. മേരെ ഘർ മേ സബ് ടീക്ക് ഹെ. ഓക്കെ, എൻ്റെ വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്നർത്ഥം. ഇനി അടുത്ത് അരുൺ ചോദിക്കുകയാണ്, ആപ്കെ പിതാജി ക്യാ കർത്തെ ഹെ? ആപ്കെ പിതാജി ക്യാ കർത്തെ ഹെ? ആപ്കെ റെസ്പെക്റ്റ് കൊടുത്ത് പറയണം. നമ്മളൊരു ബഹുമാനം കൊടുത്തിട്ട് പറയാണ് ആപ്കെ. ഓക്കെ, ആപ്കാന്നും പറയാം. ഇവിടെ നമ്മൾ ആപ്കെ ബഹുമാനത്തോട് കൂടി പറയാം. ആപ്കെ പിതാജി അല്ലേ, എന്നാണ് ഫാദർ. ആപ്കെ പിതാജി ക്യാ കർത്തെ ഹെ? ഇവിടെ പിത എന്ന് പറയുന്നത് എന്താണ്? ഫാദറാണ് അല്ലേ, ഫാദർ. നമ്മളവിടെ റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. ജി, പിതാജി വലിയവരാകുമ്പോൾ ജി, പിതാജി. ആപ്കെ പിതാജി ക്യാ കർത്തെ ഹെ? നിങ്ങളുടെ ഫാദർ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് മോഹിത് പറയാണ് മേരെ പിതാജി ഏക് ടീച്ചർ ഹെ. ഏക് ടീച്ചർ ഹെ. ടീച്ചർ എന്ന് പറയാം, ഹിന്ദിയിലും ടീച്ചർ എന്ന് പറയാം. മേരെ പിതാജി ഏക് അധ്യാപക് ഹെ എന്നുവെച്ചാൽ മേരെ പിതാജി ഏക് ടീച്ചർ ഹെ. ഓക്കെ, ടീച്ചർ ഹെ. ഇനി അടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അരുൺ ചോദിക്കുകയാണ്, मैं आपके लिए क्या कर सकता हूँ എന്നാണ്. मैं आपके लिए क्या कर सकता हूँ അല്ലെങ്കിൽ मैं तुम्हारे लिए क्या कर सकता हूँ. मैं आपके लिए क्या कर सकता हूँ. मैं तुम्हारे लिए क्या कर सकता हूँ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നർത്ഥം. ഓക്കെ, मैं आपके लिए क्या कर सकता हूँ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ പറയാണ് മോഹിത് പറയാണ് കുച്ച് നെയ് ധന്യവാദ്. ഒന്നുമില്ല, ഒന്നും വേണ്ട. ബോധ് ധന്യവാദ് താങ്ക് യു എന്നർത്ഥം. താങ്ക് യു, ധന്യവാദ്, താങ്ക് യു. ഓക്കെ, പറയാം മേ ആപ്കെ ലിയേ ക്യാ കർ സക്താ ഹൂം. അപ്പോൾ നിങ്ങൾ പറയും കുച്ച് നെയ് ധന്യവാദ്, താങ്ക് യു. ഇനി അടുത്താണ് അരുൺ ചോദിക്കുകയാണ്. അരുൺ പറയാണ്, ലാസ്റ്റ് സംഭാഷണം നിർത്തുകയാണ്. ठीक है എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ठीक है फिर मिलते हैं. see you, then see you again. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ see you പിന്നെ കണ്ടോളെന്നാണ്. ठीक है എന്ന് പറഞ്ഞാൽ ഓക്കെ. फिर मिलते हैं പിന്നെ കാണാം എന്നർത്ഥം. ഓക്കെ, see you again അല്ലെങ്കിൽ see you പിന്നെ കാണാം. അപ്പം മോഹിത് പറയാണ് ഓക്കെ ठीक है എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു സംഭാഷണമാണ്. ഈ ഒരു സംഭാഷണം ജസ്റ്റ് ഒന്ന് 2-3 തവണ ജസ്റ്റ് ഒന്ന് വായിക്കുക. എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യൂസും അതുപോലെ സപ്പോർട്ട് നമുക്ക് ലഭിക്കാം.